പോളണ്ടും അതിന്റെ ഫിനിക്സ് നഗരവും. ആദ്യമായി ഞാൻ യൂറോപ്പിൽ പോയപ്പോൾ സ്വിറ്റ്സർലാൻഡ് സന്ദർശിച്ചിരുന്നു. അപ്പോൾ ലോകത്തിലെ ഏറ്റവും മനോഹര രാജ്യം അതാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ അതുക്കും മേലെയാണ് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളെന്ന് മനസ്സിലാക്കിയതോടെയാണ് ആ രാജ്യങ്ങളും ബാൾട്ടിക് രാജ്യങ്ങളും ഒക്കെ കൂടി കാണണമെന്നും മോഹമുദിച്ചത്. അങ്ങനെ സ്കാൻഡിനേവിയൻ ബാൾട്ടിക് രാജ്യങ്ങളിലൂടെ ഒരു യാത്ര നടത്താൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് ലോകപ്രസിദ്ധ സഞ്ചാരി സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സഞ്ചാരം ഗ്രൂപ്പ് അങ്ങനെ ഒരു യാത്രയുടെ പരസ്യം ചെയ്തിട്ടുള്ളതായി കണ്ടത്. അങ്ങനെയാണ് ഇത്തവണത്തെ യാത്ര അവരോടൊപ്പമാക്കാൻ തീരുമാനിച്ചത്. ബാൾട്ടിക് രാജ്യങ്ങളായ ലിത്വാനിയ, ലാത്വിയ, എസ്റ്റോണിയ, സ്കാൻഡിനേവിയൻ രാജ്യങ്ങളായ സ്വീഡൻ, ഡെൻമാർക്ക്, നോർവേ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ബോണസായി പോളണ്ടും നോർഡിക് രാജ്യമായ ഫിൻലാൻഡും കൂടെ ആ പാക്കേജിലുണ്ടായിരുന്നു. ദുബായ് വഴിയായിരുന്നു യാത്ര. ആദ്യം ചെന്നിറങ്ങിയത് പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സയിലാണ്. ചുറ്റും മരങ്ങൾ നിറഞ്ഞ വലിയ ഒരു പുൽമേട് പോലെ തോന്നിക്കുന്ന മനോഹരമായ വാഴ്സ വിമാനത്താവളം ഞങ്ങളെ സ്വാഗതം ചെയ്തു. പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് സന്ദേശം സിനിമയിലെ ശ്രീനിവാസന്റെ കഥാപാത്രം കോട്ടാപ്പള്ളി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പോളണ്ടിനെ കുറിച്ച് പറയാതെ വയ്യ. പോളണ്ട് സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള രാജ്യമായിരുന്നു. അവിടെ കമ്മ്യൂണിസം നിലനിന്ന കാലത്തും പോളണ്ട് സോവിയറ്റ് യൂണിയന്റെ ഭാഗമോ അംഗരാജ്യമോ ആയിരുന്നില്ല. എന്നാൽ 1944 മുതൽ 1989 വരെ കർശനമായ സോവിയറ്റ് നിയന്ത്രണത്തിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റ് ഉപഗ്രഹ രാഷ്ട്രമായിരുന്നു. പോളിഷ് പീപ്പിൾസ് റിപ്പബ്ലിക് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പക്ഷെ ഇന്ന് അതൊരു ജനാധിപത്യ രാജ്യമാണ്. 1989 കമ്മ്യൂണിസ്റ്റ് ഭരണം അവസാനിപ്പിച്ചതിന് ശേഷം പോളണ്ട് ഒരു പാർലമെന്ററി റിപ്പബ്ലിക്കായി. 2004 മുതൽ പോളണ്ട് യൂറോപ്യൻ യൂണിയനിലെ അംഗമാണെങ്കിലും യൂറോ അല്ല അവിടുത്തെ നാണയം, അത് പോളിഷ് സ്ലോട്ടിയാണ്. വിദേശത്തു നിന്നുള്ള സഞ്ചാരികൾക്ക് കാർഡ് പേയ്മെന്റാണ് കൂടുതൽ സൗകര്യം. പോളണ്ടിന്റെ വടക്ക് ഭാഗത്ത് ബാൾട്ടിക് കടലാണെങ്കിലും ബാൾട്ടിക് രാജ്യങ്ങൾ എന്നതിൽ പോളണ്ട് ഉൾപ്പെടുന്നില്ല. ലിത്വാനിയ, ലാത്വിയ, എസ്റ്റോണിയ എന്നീ രാജ്യങ്ങളാണ് ബാൾട്ടിക് രാജ്യങ്ങളായി അറിയപ്പെടുന്നത്. മധ്യ യൂറോപ്പിലെ ഒരു പ്രധാന രാജ്യമായ പോളണ്ട് സമ്പന്നമായ ചരിത്രവും വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും സാംസ്കാരിക പൈതൃകവും രാഷ്ട്രീയ നിലപാടും കൊണ്ട് അതുല്യമാണ്. വാഴ്സ തലസ്ഥാനമായ ഈ രാജ്യം യൂറോപ്യൻ യൂണിയനിൽ 5ാമത്തെ ജനസംഖ്യയുള്ള വലിയ രാജ്യമാണ്. പൊതുവെ വൻ നഗരങ്ങളെല്ലാം നദിക്കരയിലായിരിക്കും എന്നതുപോലെ വിസ്ത നദിക്കരയിലാണ് വാഴ്സയും സ്ഥിതി ചെയ്യുന്നത്. വാഴ്സ നഗരത്തിന് ഫിനിക്സ് നഗരം എന്നൊരു വിളിപ്പേരുണ്ട്. 2ാം ലോക യുദ്ധത്തിൽ ജർമ്മനി ഏതാണ്ട് പൂർണ്ണമായും തകർത്ത ഈ നഗരം വളരെ സൂക്ഷ്മതയോടെയും ചരിത്രത്തോട് നീതി പുലർത്തുന്ന രീതിയിലും പുനഃസൃഷ്ടിച്ചു എന്നതുകൊണ്ടാണ് അതിനെ ഫിനിക്സ് നഗരം എന്ന് വിളിക്കുന്നത്. ഫിനിക്സ് പക്ഷി അതിന്റെ ചാരത്തിൽ നിന്ന് ഉയർകൊണ്ട് പറന്ന പക്ഷിയായിട്ടാണല്ലോ സങ്കല്പം. വടക്കൻ യൂറോപ്പിലെ വനങ്ങളെയും അറ്റ്ലാന്റിക് സമുദ്രത്തെയും ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന ഭൂമിശാസ്ത്രപരമായ ക്രോസ് റോഡിലാണ് പോളണ്ട് സ്ഥിതി ചെയ്യുന്നത്. യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ചരിത്രപരമായ നഗരങ്ങളും മധ്യകാല കോട്ടകളും പോളണ്ടിന്റെ സവിശേഷതകളാണ്. വാഴ്സ യൂറോപ്പിലെ ഏറ്റവും വലിയ 8ാമത്തെ നഗരമാണ്. വാഴ്സ നഗരത്തിന് വടക്കിന്റെ പാരീസ് എന്നൊരു വിളിപ്പേര് കൂടിയുണ്ട്. നഗരത്തിന്റെ 40% ഹരിതാഭമാണ്. നഗരം മുഴുവനും റോഡിന്റെ ഇരുവശവും വെളുത്ത ചെറിപ്പൂക്കൾ നിറഞ്ഞ വൃക്ഷങ്ങൾ അതിമനോഹരമായ ഒരു കാഴ്ചയാണ്. ചെറി ഉൾപ്പെടെ പല വൃക്ഷങ്ങളും പൂത്തു തുടങ്ങിയെങ്കിലും ബഹുഭൂരിപക്ഷം മരങ്ങളും ശിശിരകാലത്തിന്റെ ആലസ്യത്തിൽ നിന്ന് ഉണർന്നിട്ടില്ല. ഇലകളെല്ലാം പൊഴിച്ച് ശീതനിദ്രയിൽ തന്നെ തുടരുകയാണ്. വസന്തം അവയെ തൊട്ടുണർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. തിരക്കേറിയ രാത്രി ജീവിതം, വൈവിധ്യമാർന്ന റെസ്റ്റോറന്റുകൾ, വേനൽക്കാല ജാസ് ഉത്സവങ്ങൾ എന്നിവയ്ക്ക് പേരുകെട്ടതാണ് വാഴ്സ നഗരം. വാഴ്സയുടെ ഔദ്യോഗിക ചിഹ്നം മത്സ്യകന്യകയാണ്. ഈ ചിഹ്നം നഗരത്തിലുടനീളം വിവിധ തരത്തിലുള്ള പ്രതിമകളിലും പരസ്യങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഞങ്ങൾ ആദ്യം പോയത് പോളണ്ടിലെ ഇന്ത്യൻ എംബസിയിലേക്കാണ്. അവിടെ നമ്മുടെ ദേശീയ പതാക പാറി പറക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഐലിലെ കൊട്ടാരം എന്നറിയപ്പെടുന്ന നഗരത്തിലെ ഏറ്റവും വലിയ പാർക്കായ റോയൽ ബാത്ത്സ് പാർക്കിലെ ക്ലാസിക് കൊട്ടാരത്തിലേക്കാണ് പോയത്. ഐലിലെ കൊട്ടാരം എന്നറിയപ്പെടുന്ന ഈ കൊട്ടാരം ഒരു തടാകത്തിനുള്ളിലെ ചെറു ചെറു ദ്വീപുകളിലായിട്ടാണ് നിൽക്കുന്നത്. അവിടെ കലാപരിപാടികൾ അരങ്ങേറുന്ന സ്റ്റേജ് ഒരു ദ്വീപിലും ആസ്വാദകർക്കുള്ള ഇരിപ്പിടം മറ്റൊരു ദ്വീപിലുമാണ്. നഗരത്തിന്റെ 76 ഹെക്ടറിലധികം ഭൂമിയിലാണ് ഈ പാർക്ക് നിലനിൽക്കുന്നത്. ഇതൊരു മ്യൂസിയം കൂടിയാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരു മയിൽ പീലി വിരിച്ച് നൃത്തം ചെയ്തുകൊണ്ട് ഞങ്ങളെ സ്വാഗതം ചെയ്തു. അരസുകയായ ഒരു മദാമ അതിനടുത്ത് പോയി സെൽഫി എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് പീലിയൊക്കെ മടക്കി കെട്ടി നടന്നുപോയി. മൊത്തത്തിൽ മനോഹരമായൊരു പാർക്കാണ് ഐൽ പാലസ് പാർക്ക്. ഓട്ടോമാൻ സാമ്രാജ്യത്തിനെതിരെ പൊരുതി ജയിച്ച ജോൺ 3-ാമൻ സോബിസ്കി രാജാവിന്റെ പ്രതിമയാണ് ഈ കുതിരപ്പുറത്തുള്ളത്. വേറെ നിരവധി മനോഹര ശില്പങ്ങൾ നിറഞ്ഞ ഒരു പാർക്കാണിത്. പരുന്താണ് കൊട്ടാരത്തിന്റെ ഔദ്യോഗികമായ ചിഹ്നം. വടക്ക് ബാൾട്ടിക് കടൽ മുതൽ തെക്ക് കാർപ്പാത്തിയൻ പർവ്വതനിരകൾ വരെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് പോളണ്ടിനുള്ളത്. കാടുകൾ, തടാകങ്ങൾ, ഫലഭൂയിഷ്ടമായ സമതലങ്ങൾ എന്നിവ നിറഞ്ഞ മനോഹരമായ രാജ്യം.
വോഡ്കയാണ് പോളണ്ടിന്റെ പരമ്പരാഗത പാനീയം. അവിടുത്തെ പാലസ് ഓഫ് കൾച്ചർ ആൻഡ് സയൻസ് സ്റ്റാലിന്റെ ഗിഫ്റ്റ് എന്ന പേരോടെ നഗരത്തിന്റെ സോവിയറ്റ് ഭൂതകാലത്തിന്റെ പ്രതീകമായി കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിന്റെ ലാൻഡ്മാർക്കായി നിലകൊള്ളുന്നു. ഇന്ത്യക്കാർക്ക് അഭിമാനിക്കാവുന്ന ഒരിടം കൂടിയുണ്ട് വാഴ്സയിൽ. ഒരു ഇന്ത്യൻ രാജാവിനെ ആദരിക്കുന്ന ഒരു സ്ക്വയർ ഉണ്ട് അവിടെ. ഗുഡ് മഹാരാജ സ്ക്വയർ എന്നാണ് പേര്. രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് പോളിഷ് അഭയാർത്ഥികൾക്ക് ദിഗ്വിജയ് സിംഗ് എന്ന രാജാവ് നൽകിയ സഹായത്തിന് അംഗീകാരമായിട്ടാണ് ഈ സ്ക്വയർ അറിയപ്പെടുന്നത്. 1939 ജർമ്മനി പോളണ്ടിനെ ആക്രമിച്ചതോടെയാണല്ലോ രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചത്. അതുകൊണ്ട് രണ്ടാം ലോക യുദ്ധം ആരംഭിച്ച സ്ഥലമാണ് ഇതെന്ന് പറയുന്നതിൽ അതിശയോക്തിയില്ല. 1989 പോളണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയത്. അതോടെ രാജ്യം അതിവേഗത്തിൽ വളരാൻ തുടങ്ങി. അതുവരെ വളരെ നാശത്തിലായിരുന്ന സമ്പദ് വ്യവസ്ഥ ഇന്ന് ബ്രിട്ടനേക്കാളും മികച്ച രീതിയിലേക്ക് വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ബ്രിട്ടീഷുകാർ പോലും പോളണ്ടിലേക്ക് കുടിയേറുന്നു. ഈ വർഷം പോളണ്ടിന്റെ GDP വളർച്ചാ നിരക്ക് സ്വിറ്റ്സർലാൻഡിനേക്കാൾ വർദ്ധിക്കുമെന്നാണ് IMF പറയുന്നത്. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഒപ്പുവെച്ച സൈനിക രാഷ്ട്രീയ സഖ്യമാണ് വാഴ്സ പാക്ട്. പിന്നീട് സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ അത് നിലവിലില്ലാതെയായി. വാഴ്സ ഉടമ്പടിയിൽ ഒപ്പുവെച്ച സോവിയറ്റ് യൂണിയന്റെ ഒരു ബഫർ രാഷ്ട്രമായിട്ടാണ് പോളണ്ട് ആദ്യം പ്രവർത്തിച്ചു വന്നത്. അതിന്റെ ദുരിതങ്ങൾ അവിടുത്തെ ജനത അനുഭവിക്കുകയും ചെയ്തു. തുടർച്ചയായ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ഫലമായി സാമ്പത്തിക തകർച്ച, ജനാധിപത്യ സ്വാതന്ത്ര്യമില്ലായ്മ, തദ്ദേശീയർ കമ്മ്യൂണിസത്തെ വിദേശ ശക്തിയായി കണ്ടത്, മാനേജ്മെന്റിലെ പിഴവ്, ദാരിദ്ര്യം ഒക്കെ സോളിഡാരിറ്റി മൂവ്മെന്റ് എന്ന ബഹുജന പ്രസ്ഥാനത്തിന്റെ രൂപീകരണത്തിനും സ്വാതന്ത്ര്യ സമരത്തിനും കാരണമായി. കൂടാതെ കത്തോലിക്ക സഭയുമായി അടുത്ത ബന്ധമുള്ള പോളിഷ് ചരിത്രവും സംസ്കാരവും മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് വിരുദ്ധവുമായിരുന്നു. തുടർന്ന് കമ്മ്യൂണിസത്തെ വിനാശകരവും മനുഷ്യത്വ വിരുദ്ധമായ സ്വേച്ഛാധിപത്യമായി വിവക്ഷിച്ചുകൊണ്ട് പോളണ്ട് ജനാധിപത്യത്തിലേക്കും സ്വതന്ത്ര തെരഞ്ഞെടുപ്പിലേക്കും നയിക്കപ്പെട്ടു. പോളണ്ടിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സോളിഡാരിറ്റി പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുന്നതിലും ശീതയുദ്ധത്തിന്റെ അന്ത്യം ത്വരിതപ്പെടുത്തുന്നതിലും നിർണായക പങ്ക് വഹിച്ചത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന റൊണാൾഡ് റീഗൻ ആയതുകൊണ്ട് വാഴ്സയിൽ 2011 അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ സ്ഥാപിച്ചു. അതാണിത്. ചുമ്മാ നല്ല കമ്മ്യൂണിസ്റ്റുകാരനായിരുന്ന സന്ദേശത്തിലെ ശ്രീനിവാസന്റെ കഥാപാത്രം പോളണ്ടിനെ കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെടാത്തത്. 1999 മുതൽ പോളണ്ട് നാറ്റോയിൽ ഔദ്യോഗിക അംഗമാണ്. പോളണ്ട് സമയം ഇന്ത്യയേക്കാൾ 4.5 മണിക്കൂർ പിന്നിലാണ്. പോളണ്ടിലെ ഏറ്റവും ചൂടേറിയ മാസം ജൂലൈ ആണ്. പക്ഷേ അപ്പോൾ പോലും ശരാശരി താപനില 17.5 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ജനുവരി പോലുള്ള തണുപ്പ് കൂടിയ മാസങ്ങളിൽ താപനില 0-നും താഴേക്ക് പോകാറുണ്ട്. സജം എന്ന പേരിലുള്ള പോളണ്ടിലെ പാർലമെന്റ് മന്ദിരത്തിന് മുന്നിലുള്ള മോണ്യുമെന്റാണിത്. സജം എന്ന വാക്കിന് കൂടിച്ചേരൽ, യോഗം എന്നൊക്കെയാണ് അർത്ഥം. വാഴ്സയിലുള്ള പ്രധാന സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് സ്ട്രോഡ്മിസി. ഇതിന് നഗരത്തിനുള്ളിലൂടെ തുരങ്കപാതകളുണ്ട്. 18-ാം നൂറ്റാണ്ടിലെ കാൽവരി റോഡിന്റെ ഭാഗമായ കുരിശുകളുടെ പേരിലാണ് സെന്റ് അലക്സാണ്ടർ പള്ളിയുടെ ചത്വരം അറിയപ്പെടുന്നത്. സമീപത്ത് തന്നെയാണ് ഹോളി ക്രോസ് ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. അവിടുത്തെ മിസോവിക്ക തെരുവാണ് രാത്രി ജീവിതത്തിന്റെയും ക്ലബ്ബുകളുടെയും കേന്ദ്രം. നഗരമധ്യത്തിലുള്ള ഒരു ചെറിയ പൊതു പാർക്കും സ്മാരക സ്ഥലവുമാണ് സ്ക്വയർ KS എന്നറിയപ്പെടുന്ന ജാന ടൊർഡോവിസ്കിഗോ. ഇത് 20-ാം നൂറ്റാണ്ടിലെ പ്രശസ്ത കത്തോലിക്ക പുരോഹിതനും കവിയുമായ ജാൻ ടൊർഡോവിസ്കിഗോയ്ക്കായി സമർപ്പിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതിമയുടെ സമീപത്തിരുന്ന് കവിത ആസ്വദിക്കാൻ ഒരു ബെഞ്ചും തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ തന്നെയുള്ള ഈ പ്രതിമ ബാലെസ്ലാവ് പ്രൂസ് എന്ന പ്രസിദ്ധ പോളിഷ് നോവലിസ്റ്റിന്റേതാണ്. നഗര ചത്തുരത്തിലെ ഈ കുതിരപ്പുറത്തിരിക്കുന്ന പോരാളി പ്രിൻസ് ജോസഫ് ആന്റണി പൊനിയാറ്റോവിസ്കിയാണ്. നെപ്പോളിയൻ യുദ്ധങ്ങളിലും ഫ്രഞ്ച് വിപ്ലവത്തിലും സേവനം അനുഷ്ഠിച്ച പോളിഷ് സൈനിക ഉദ്യോഗസ്ഥനും രാഷ്ട്രീയ നേതാവുമാണ് ഇദ്ദേഹം.